അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനു വേണ്ടി നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. Let's turn our attention to a familiar portion for the meditation of the word of God. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. 2 Kings chapter 3 verse 20. രണ്ട് രാജാക്കന്മാർ 3:20. 2 Kings chapter 3 verse 20. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന് സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. ഈ വായിച്ച വേദഭാഗത്തിൽ നിന്ന് ഒരു ടെർമിനോളജി, ഒരു പദം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. From the very verse that we read, I just want to bring to your attention just one terminology from that verse. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏതെങ്കിലും പദപ്രയോഗങ്ങൾ, സ്ഥലത്തിന്റെ പേരുകൾ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് മെൻഷൻ ചെയ്താൽ അതിൻ്റെ പിന്നിൽ ഒരു പിന്നാമ്പുറ ചരിത്രമുണ്ടായിരിക്കുമെന്നുള്ളൊരു യാതൊരു സംശയമില്ല. If there is any specific word or a place name or a region that is mentioned along with the verse, it is for sure that will have a context tied to it. ഈ വേദഭാഗം സാധാരണ പ്രസംഗിക്കാറുള്ളത് ഇതുപോലെ സഭായോഗങ്ങൾക്കൊന്നുമല്ല. സാധാരണ ഉപവാസ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പ് യോഗത്തിനും ഒക്കെ നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കുന്ന എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം. കാരണം ഇതിനേക്കാളും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമായി ഉപവാസ പ്രാർത്ഥനയ്ക്ക്. We must have heard several messages from these portions in our tarrying meetings or fasting and praying sessions because we have a much more vibrant crowd than this morning. അതുകൊണ്ട് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സ്തോത്രം പറയാതിരിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ സ്തോത്രം പറഞ്ഞു പറയിപ്പിക്കുന്ന ഒരാളേ അല്ല. And don't hesitate to lift your voice and praise God. I'm not a person who always encourages somebody to praise God. I don't ask you to do that. ചില പ്രസംഗകര് അങ്ങ് യാചിച്ച് സ്തോത്രം പറയിപ്പിക്കുന്നവരുണ്ട്. Some people who beg to their crowd to lift your voice and praise God. ഞാൻ പറയുന്നത് ദൈവദാസന്മാർ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത്, പ്രസംഗത്തിന്റെ ഇടയ്ക്ക് സ്തോത്രം പറയിപ്പിക്കുന്ന കാര്യമാണ്. I'm not talking about encouraging the congregation to worship but begging people to praise God that he deserves. അതുകൊണ്ട് ഒരു സ്തോത്രം പറയാമോ എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ആ സമയത്ത് സ്തോത്രം പറയാനിരിക്കുകയാണെങ്കിൽ ഈ യോഗം അവസാനിക്കുന്നവരെ നിങ്ങൾ ആരും ഒരു സ്തോത്രം പറയത്തില്ല. Which also means if you are waiting for an encouragement or a word from my mouth till the meeting ends, you wouldn't hear that from me. So make sure you're not hesitant to praise God. വേണമെങ്കിൽ തോന്നുമ്പോൾ സ്തോത്രം പറഞ്ഞു എഴുന്നേറ്റ് സ്തോത്രം പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. Amen. If you feel like praise God that he deserves, even if you want to raise to your feet, I'm more happy. ഇപ്പോൾ ചിലരുടെയൊക്കെ മുഖഭാവം കണ്ടിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാൽ കൊള്ളാമെന്നുള്ള പരുവത്തിൽ ഇരിക്കാന്ന് എനിക്കറിയാം. There are some people who literally want to actually put out a praise. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് ഏദോം എന്നൊരു വാക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. We see a specific word Edom mentioned in that verse. ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വന്നു എന്നാണ് അവിടെ വായിച്ചത്. It is written when the grain offering was offered, the water came by way of Edom. പരിശുദ്ധാത്മാവിന് തെറ്റൊരിക്കലും പറ്റത്തില്ല. Holy Spirit does not make mistakes. വേണമെങ്കിൽ അവിടെ എഴുതി വെക്കാമായിരുന്നു വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വന്നെന്ന്. Amen. It can be written that water came from away. അവിടെ പറഞ്ഞിരിക്കുന്നത് വെള്ളം ഏദോം വഴിയായി വന്ന ഒരു പർട്ടിക്കുലർ പ്ലേസിന്റെ, ഒരു പർട്ടിക്കുലർ സ്ഥലത്തിന്റെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. But it is specifically mentioned about a place name Edom when he mentions which way the waters came. പെട്ടെന്ന് ആ ചരിത്രം നമുക്കൊന്ന് നോക്കി മുന്നോട്ട് പോകാം. Let's get into the history or the context അതിന് quickly. 5-ാമത്തെ വാക്യം മുതൽ പെട്ടെന്ന് ഒന്ന് വായിച്ചു മുന്നോട്ട് പോകാം. Can we read from verse 5 onwards please? ആഹാബ് മരിച്ച ശേഷം എന്തോ ചെയ്തു? മോവാബ് രാജാവ് ആരുമായിട്ട് യുദ്ധത്തിന് വന്നു? ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന് വന്നു. When Ahab died, the king of Moab rebelled against the king of Israel. എനിക്ക് വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നേരം ഇസ്രായേൽ രാജാവുമായിട്ട് മോവാബ് യുദ്ധത്തിന് വന്നു. ആ താഴെയുള്ള വാക്യങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ ആ ചരിത്രം അവിടെ വിശദമായിട്ട് വരുന്നുണ്ട്. The following verses we understand the clear context behind it very precisely. ആ മോവാബ് രാജാവ് ഇസ്രായേലുമായി യുദ്ധത്തിന് വന്നപ്പോൾ when the king of Moab rebelled against the king of Israel, സാധാരണ ചെയ്യുന്ന പോലെ ഇസ്രായേൽ രാജാവ് അവന്റെ സൈന്യത്തെ ഒന്ന് എണ്ണി നോക്കി.
Amen. He counted, the king of Israel counted the strength of his army. അത് ഏത് രാജാക്കന്മാരും ചെയ്യുന്ന It കാര്യമാണ്. is something natural that any king would do. ഞാൻ ഈ മോവാബുമായിട്ട് യുദ്ധത്തിന് ചെന്ന് ജയിക്കത്തക്കവണ്ണം എൻ്റെ പക്കൽ ആളുണ്ടോ, ആളിന്റെ വലിപ്പമുണ്ടോ, യുദ്ധം ചെയ്യുവാൻ എനിക്ക് ശേഷിയുണ്ടോ എന്നാണ് അവൻ നോക്കിയത്. King of Israel is strengthening or measuring or understanding, is their army strong enough to fight the region of Moab? ഒരുപക്ഷേ തനിക്ക് മനസ്സിലായി കാണാം ഇത്രയും ആളുകളെ കൊണ്ടുപോയാൽ എനിക്ക് ജയിക്കുവാൻ പറ്റത്തില്ലെന്ന്. He must have had understandings in his mind, with these many people I cannot win them. അദ്ദേഹം ഉടനെ യഹൂദ രാജാവിനായി സമീപിച്ചു. And then he approached the king of Judah. യഹൂദ രാജാവിനോട് പറയുന്നു, മോവാബ് രാജാവ് നമുക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായി യുദ്ധത്തിന് വരുന്നു. And he is telling to the king of Judah that Moabians are coming against us. അങ്ങയുടെ സൈന്യത്തെ കൂടെ എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കാമോ എന്ന് ചോദിക്കുന്നു. I want you also to send your forces along with me. അപ്പോൾ യഹൂദ രാജാവ് പറഞ്ഞത്, എന്റെ സൈന്യവും നിന്റെ സൈന്യവും എന്റെ ആളുകളും നിന്റെ ആളുകളും എന്റെ കുതിരപ്പടയും നിന്റെ കുതിരപ്പടയും തമ്മിൽ എന്താണ് വ്യത്യാസം, വിട്ടേക്കാമെന്ന് പറഞ്ഞു. And the king of Judah is saying there is no difference between your force and my force, let's go against them together. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനും കൂടെ നിന്റെ ഓടൊപ്പം വരാം. And the king of Judah is also saying, I will join you as a king. അപ്പോൾ ഇസ്രായേൽ രാജാവുണ്ട്, യഹൂദ രാജാവുണ്ട്, അവരുടെ സൈന്യങ്ങളുണ്ട്. And then there is king of Israel, king of Judah and their forces. അപ്പോൾ ചോദിക്കുന്നു, ഏത് വഴിയായി നമുക്ക് പോകണം? And they are asking which route should we take? നമുക്ക് ഏതോ വഴിയായി പോകാമെന്ന് പറഞ്ഞു. Let's go through Edom. ഏതോ വഴിയായി പോകാൻ ഏതോ രാജാവിനോട് അനുവാദം ചോദിച്ചു. And they took permission to pass through that way. ഏതോ രാജാവ് പറഞ്ഞു, എന്തിനാ നിങ്ങൾ മാത്രം പോകുന്നത്, ഞാനിവിടെ കൂടിയേക്കാമെന്ന് The പറഞ്ഞു. king of Edom also approved to take that route, and he also said, I will join you as well. അപ്പോഴെപ്പോഴും 3 രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളുമാണ് പോകുന്നത്. Now there are 3 kings and their armies. ഇവിടെ ഏതോ രാജാവ് ഇവരോട് ഇസ്രായേൽ മക്കളോട് ഒരുമിച്ച് പോകാമെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. When the king of Edom agrees to ally with those two, എന്നാൽ ഒരു ചരിത്രം പഠിച്ചാൽ ഒരു കാലത്ത് ഈ ഏദോം രാജാവ് ഇസ്രായേൽ മക്കൾക്കെതിരായിരുന്നു. ആ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുവരാം. amen, if you understand, at a point of time king of Edom was against the Israelites. അവർ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. When they 3 are journeying together, ഒരു വലിയ സൈന്യവുമായിട്ടാണ് ഏദോം മോവാബിനുമായി യുദ്ധത്തിന് പോകുന്നത്. they have a great strength of army for which they are again going to wage war against the king of Moab. ഏകദേശം 7 ദിവസം ഇവർ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചു. Around 7 days they traveled through the wilderness. മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാതെയായി. From the wilderness they lost water, they had to drink. അവർ ആകെ സങ്കടത്തിലായി. They ran out of water and they were upset. ധാരാളം സൈന്യമുണ്ട്. They have a lot of army with them. കന്നുകാലികളുണ്ട്. They have cattle with them. ഇവർക്കൊന്നും വെള്ളം കൊടുക്കുവാൻ ഇല്ലാതെയായി. They do not have water to feed them. അവർ ആകെ വിഷമിച്ചു. They were upset. അപ്പോൾ ചോദിക്കുകയാണ്, ഈ ഇവിടെ എവിടെയെങ്കിലും ഒരു ദൈവത്തിന്റെ ആലോചന ചോദിക്കുവാൻ ദൈവപുരുഷന്മാർ എവിടെയെങ്കിലും ഉണ്ടോ? And they are inquiring if there is a man of God to whom they can ask counsel for. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഒരു പ്രവാചകൻ, ഒരു ദൈവദാസനുണ്ട്. And there he is saying there is a prophet of God there. ആ സൈന്യത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു. This is the answer or response from the army. അത് എലീശ എന്ന പ്രവാചകനായിരുന്നു. It is a prophet called Elisha. ആ എലീശയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്രകാരമാണ്. Elisha is introduced in that portion in this manner. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരു പുരുഷൻ. A man who poured water onto the hands of Elijah. എന്തുവാ, എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ? Amen. How is he introduced? ഏലിയാവിന്റെ പുസ്തകം കൊണ്ട് നടന്ന മനുഷ്യൻ. Amen. A person who walked with Elijah. ഏലിയാവിന്റെ കൈക്ക് ഭക്ഷണം കഴിക്കാൻ നേരം വെള്ളം ഒഴിച്ചു കൊടുത്ത മനുഷ്യൻ. A man who poured water on the hands of Elijah. ഇതൊക്കെ നമ്മളെ കുറിച്ച് എങ്ങാനും പറഞ്ഞായിരിക്കും നമ്മുടെ വിധം മാറും. Amen. If this was how somebody introduced us, how will we react? നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റവറന്റ്, ഡോക്ടർ, റൈറ്റ് റവറന്റ് ഇതൊക്കെ ചേർക്ക് എത്രയൊക്കെ ഇടത്ത് വശത്ത് ചേർക്കാമോ അതെല്ലാം ചേർത്തില്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. All the things that can be added on to our names in the left hand side should be added before we are introduced. അന്നേരം കോളർ കുറച്ചുകൂടെ മുകളിലോട്ട് പിടിച്ചു വെക്കും. That is when we want to boast about ourselves. ഇവിടെ ഏലീശയെ പറ്റി പറഞ്ഞത് ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത മനുഷ്യൻ. There this person, one of the servants of the king of Israel, is saying a man who poured water onto the hands of Elijah. അങ്ങനെ ഇസ്രായേൽ രാജാവ്, യഹൂദ രാജാവും അതുപോലെ തന്നെ മോവാബ് രാജാവും ആരുടെ അടുത്തെത്തിയതറിയാമോ? ഏലീശയുടെ അടുത്തെത്തി. And you know all these 3 kings came at the feet of Elisha. ഇവരെ കണ്ടോടനെ പറഞ്ഞ ഒരു വാക്ക് 13ാമത്തെ വാക്യം കൂടെ വായിച്ച് മുന്നോട്ട് പോകാം. Amen. Let's get into verse 13 and go forward. This is what Elisha says. പെട്ടെന്ന് വായിക്കാം. അപ്പോൾ ഏലീശ ഇവരെല്ലാം കൂടെ കണ്ട ഉടനെ ഏലീശ നേരെ ഇസ്രായേൽ രാജാവിന്റെ മുഖത്തേക്ക് നോക്കി. Elisha looks as the king of Israel. എന്തോ പറഞ്ഞത്? കുഞ്ഞെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? What have I to do with you? അടുത്തത് ശരി, ഒറ്റയടിക്ക് കയറി അപ്പനെ വിളിച്ചതാ അല്ലേ?
This person is addressing, the prophet is addressing his എന്തോ father. ചോദിച്ചെന്നറിയാമോ? നീ എന്നോട് ആലോചന ചോദിക്കാൻ വന്നിരിക്കുകയാണോ? Have you come here to get counsel from me? നിനക്ക് വല്ല ആലോചന ചോദിക്കണമെങ്കിൽ നിന്റെ അപ്പന്റെ പ്രവാചകന്മാർ എടുത്തു പോകാൻ. I mean, if you want to hear something, go to the prophets of your father. ഇസ്രായേൽ രാജാ, ഈ പറഞ്ഞ ഇസ്രായേൽ രാജാവിന്റെ അപ്പൻ ആരായിരുന്നു അറിയാമോ? Do you know who is the father of the king of Israel at that Who point is of that? time? Who is that? അറിഞ്ഞൂടായിരുന്നു? ആഹാബിന്റെ മോൻ അവിടെ വന്ന് നിൽക്കുന്നേ. Ahab's son is come here. ആഹാബിന്റെ മകനാ ഇപ്പോഴത്തെ രാജാവ്. Ahab's son is the king at that point. അദ്ദേഹത്തിന്റെ അപ്പൻ ആര്? ആഹാബ്. Who is the father of the king of Israel? നീ എന്ത് ചെയ്യണം? എവിടെ ചെന്ന് ചോദിക്കണം? Now he is asking and telling. ആഹാബിന്റെ പ്രവാചകന്മാർ ആരായിരുന്നു? Go to the prophets of your father. Who are those? എടുത്തു പറഞ്ഞൂടെ? പാസ്റ്റർ നല്ല അധ്യാപകനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. I very clearly know Pastor Achilles is a good teacher. ആരാ? ആഹാബിന്റെ കാലത്ത് അന്ന് അവരെ സേവിച്ചു കൊണ്ടിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? Who are the people who served in the times of Ahab? ബാൽ വിഗ്രഹങ്ങളെയും അശേരപ്രതിഷ്ഠകളെയും എന്ന് പറഞ്ഞാൽ ഇസബേൽ കൊണ്ടുവന്ന ദൈവങ്ങൾ. ആ ദൈവങ്ങളെയാണ് ആഹാബും ആഹാബിന്റെ ഭാര്യയായ ഇസബേലും ഇസ്രായേൽ മക്കളെ അടിച്ചേൽപ്പിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നത്. Amen. Onto the Israelites, the king Ahab and his wife Jezebel was imposing foreign gods and the statues of Asherah statues to worship. അല്ലയോ രാജാവേ, നീ എൻ്റെ അടുക്കൽ വരേണ്ട നിനക്ക് അതിനുള്ള ഒരു റൈറ്റുമില്ല. And Elisha is saying you have no right to ask counsel to me. നിന്റെ അപ്പന്റെ ദൈവങ്ങളുടെ അടുത്ത് പോകാനാ പറഞ്ഞത്. You have to go back to the prophets or the gods, foreign gods of your father. എന്നാൽ യഹൂദ രാജാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇപ്രകാരം ഹല്ലേലൂയ എലീശ പറഞ്ഞു. And Elijah is looking at the king of Judah and saying, എനിക്ക് ഈ മനുഷ്യന്റെ മുഖത്തെ ആദരിക്കാതിരിക്കുവാൻ ഒക്കുകയില്ല. I cannot go without honoring this man. ഹല്ലേലൂയ, എനിക്ക് ഈ നിൽക്കുന്ന മനുഷ്യന്റെ മുഖത്തെ ആദരിക്കാതിരിക്കാൻ കഴിയുകയില്ല. Amen. I cannot go without honoring or disregarding his presence. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, All dear brothers and sisters, ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുന്നത്, when we are here this morning, നമ്മെ ദൈവം ആദരിച്ചിരിക്കുന്നത് you know why God has honored us. എന്റെയും നിന്റെയും മിടുക്കുകൊണ്ടല്ല, It is not because of our talents എന്റെയും or നിന്റെയും skill. പ്രാർത്ഥനയുടെ കൂടുതൽ It is കൊണ്ടല്ല, not because of your extent of prayer. എന്റെയും നിന്റെയും വിശുദ്ധിയുടെ കൂടുതൽ It is കൊണ്ടല്ല, not because of your extent of holiness. ആരെയൊക്കെ ഓർത്തുകൊണ്ട്, Somebody got reminded. ആരെയൊക്കെയോ ദൈവം മാനിക്കുന്നത് കൊണ്ട്, You know the Lord is honoring somebody. ആരുടെയൊക്കെയോ പ്രാർത്ഥന ദൈവം മാനിച്ചത് കൊണ്ട്, The Lord is honoring certain prayers ഒന്നുകിൽ നിന്റെ regarding of പിതാവിന്റെ you. It പ്രാർത്ഥനയായിരിക്കും, may be because of your അല്ലെങ്കിൽ father. നിന്റെ മാതാവിന്റെ It may be because പ്രാർത്ഥനയായിരിക്കും, of your mother. അല്ലെങ്കിൽ നിന്റെ ഗ്രാൻഡ് പേരൻസിന്റെ Otherwise, it may be പ്രാർത്ഥനയായിരിക്കും. your grandparents. ഇന്ന് പകൽക്കാലം നീ അനുഭവിക്കുന്ന നന്മയുടെ പിന്നിലുള്ള ചരിത്രം, ഹല്ലേലൂയ, അവരെയൊക്കെ മാനിച്ചത് കൊണ്ടാണെന്നുള്ള സത്യം ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. This ഹല്ലേലൂയ. morning, remember for a fact that the Praise the blessings Lord. that you are experiencing today Praise is the because Lord. of a prayer of your parents and നമ്മുടെ forefathers. മെരിറ്റ് കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. Not because of our merit. ആരുടെയോ മുഖത്തെ മാനിച്ചതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ നന്മ അനുഭവിക്കുന്നുണ്ട്. The Lord regarded the presence of somebody who walked Praise the righteously in Lord. the sight of the Lord. Praise the Lord. Amen. മുന്നോട്ട് ഞാൻ വരട്ടെ. Let me ഹല്ലേലൂയ. go forward. പ്രവാചകൻ ഹല്ലേലൂയ ദൂത് പറയുന്നു. The prophet is telling a word. എന്നാ നിങ്ങൾ എന്ന് കുഴി കുഴിക്കാൻ, ഹല്ലേലൂയ, He's asking, make a valley full of പക്ഷേ ditches. മഴ കാണുകയില്ല. ഹല്ലേലൂയ. Amen. You shall not see wind. മഴയുടെ യാതൊരു ലക്ഷണങ്ങൾ You shall കാണുകയില്ല. not see any sign of rain. താഴ്വരകളിൽ കുഴി കുഴിക്കുവാൻ അവരോട് ആവശ്യപ്പെട്ടു. Just make the valley full of ditches. അപ്പോൾ എനിക്കൊരു ചോദ്യം, Then the next question I have. അവർ യുദ്ധത്തിന് പോവുകയല്ലേ? Are they going for a war? അവരുടെ കുഴി കുഴിക്കുവാൻ കുന്താലിയോ മമ്മട്ടിയോ എന്തെങ്കിലും ഉപകരണങ്ങളുണ്ടോ? Do they have anything that is required to make ditches with them? I don't think so. എനിക്ക് തോന്നുന്നില്ല. Amen. I don't think either. ഹല്ലേലൂയ. അവരുടെ ഒരു പക്ഷേ അന്നത്തെ യുദ്ധോപകരണമായ അമ്പും വില്ലും ഹല്ലേലൂയ വടിയും വാളും ഒക്കെ ആയിരിക്കും അവരുടെ കയ്യിൽ Or ഉണ്ടായിരിക്കുന്നത്. what they would be carrying are the weapons that they're going to war with. അവരോട് പറഞ്ഞു കുഴി കുഴിക്കാൻ പറഞ്ഞു. Now they are asked to make valley full of ditches. അവര് തിരിച്ച് ദൈവത്തോടോ പ്രവാചകനോടോ ഒരു ചോദ്യം ചോദിച്ചില്ല. Then they did not raise a question against this. കുഴിക്കാൻ ഞങ്ങളുടെ കയ്യിൽ യാതൊരു ഉപകരണമില്ലല്ലോ, They did not make any excuse that we do not have any ഞങ്ങൾ weapons. എങ്ങനെ കുഴിക്കുമെന്ന് ചോദിച്ചില്ല. How will we make these ഹല്ലേലൂയ. ditches? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം പറയുന്നത് അനുസരിച്ചാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. There is no doubt, for if you are obeying the word Hallelujah. of God, the work of the Lord will come into pass. ദൈവത്തിന് കുഴിയുടെ വലിപ്പമല്ല വിഷയം. Amen. The size of the ditch that you dig is not the നീ matter for നിന്റെ God. കൈ കൊണ്ട് മാന്തി കുഴിച്ചാലും മതി. Even if you are using your hand to make those ditches, നിന്റെ കയ്യിലിരിക്കുന്ന അമ്പിന്റെ അഗ്രം കൊണ്ട് കുഴിച്ചു മാന്തിയാലും മതി. even if you are using that arrow to make small moves, ദൈവം ആ കുഴിയുടെ ആഴം ചിന്തിക്കുന്നില്ല. the Lord does not regard the depth of ആ that കുഴിയുടെ ditch. വലിപ്പം
വലിപ്പം ദൈവത്തിന് പ്രശ്നമല്ല. The size of the ditch is not a problem for God. ദൈവം പറയുന്ന ഈ ആലോചന നീ ഹല്ലേലൂയ ശിരസ്സ വഹിക്കുവാൻ അതനുസരിക്കുവാൻ തയ്യാറായാൽ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. Amen. If you are ready to regard the word of God with its importance and priority, his word will come forth for you. ദൈവത്തിന്റെ വാക്കനുസരിച്ചാൽ മാത്രം മതി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. Just obey the word of God for his works to be revealed in your life. എന്റെ വിഷയം അതല്ലാത്തോണ്ട് മുന്നോട്ട് ഞാൻ വരട്ടെ. That's not my topic for this morning. Let me go forward. അവർ കുഴിച്ചു. They started digging. ഹല്ലേലൂയ. കുഴിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? What happened when they did? ഭോജനയാഗത്തിനുള്ള സമയമായപ്പോൾ ഏദോം വഴിയായി വെള്ളം വന്നു. When the time for grain offering has come, the water suddenly came up from the way കുഴികളെല്ലാം of വെള്ളം Edom. കൊണ്ട് നിറഞ്ഞു. All the ditches were filled with water. ഉപവാസ പ്രാർത്ഥനയോ കാത്തിരിപ്പിക്കുവാനായിരുന്നെങ്കിൽ ഞാൻ വിഷയം പിന്നെ ഡൈവേർട്ട് ചെയ്ത് അപ്പുറത്തോട്ട് ഞാൻ വിട്ടേനെ. Amen. If it was a fasting prayer or something, I would have diverted and gone to the other portion. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വെള്ളം എവിടെ നിന്ന് വന്നു? But this morning, where did the water come from? ഏദോം വഴിയായി വന്നു. It came by the way of അതിന്റെ Edom. പിന്നിൽ ഒരു ചരിത്രമുണ്ട്. There is a history behind this as well. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 19-ാം അധ്യായം. സംഖ്യാപുസ്തകം 20-19. Numbers chapter 20 verse 19. സംഖ്യ പഴയ നിയമത്തിലാവട്ടോ. മക്കളെ അത് ഒരു 14 പോലെ ഒന്ന് വായിച്ചേ പെട്ടെന്ന്. അപ്പോഴിത് നോക്കണം. കർത്താവിന്റെ ദാസൻ സങ്കീർത്തനം വായിച്ചപ്പോൾ എനിക്ക് നല്ല കൺഫർമേഷൻ ഉണ്ടായി. ദൈവം ഈ ദൂത് ഇന്ന് ഇവിടെ പ്രസംഗിക്കാതിരിക്കുന്നതാണ്. Amen. When pastor was acknowledging or addressing us from the Psalms itself, I got the confirmation that 40 വർഷം മരുഭൂമിയിൽ കൂടെ ഇസ്രായേൽ ജനം സഞ്ചരിക്കുകയാണ്. For 40 years the Israelites are walking through the wilderness. ഇപ്പോൾ അവർ ഏകദേശം ഇസ്രായേലിന്റെ അതിർവരമ്പായ കാദേശോളം എത്തി. They are almost at the border of Israel in the land of Kadesh. കാദേശിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇത്രയും 40 വർഷം കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുക, പെട്ടെന്നൊരു ഷോർട്ട് കട്ട് ഹല്ലേലൂയ ഏദോം വഴിയായി കയറിപ്പോയാൽ അവർക്ക് പെട്ടെന്ന് അങ്ങ് കയറി ചെല്ലാം. എവിടെ ചെല്ലാം? Amen. They're journeying for past 40 years, and when they reach Kadesh, they have a shortcut to take to reach the land, so they are ready to take that. മലയാളികളെ പോലെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ ഷോർട്ട് കട്ടല്ലേ? Amen. മലയാളികൾ ഏറ്റവും കൂടുതൽ ഷോർട്ട് കട്ട് We as Malayalis also like to take ഷോർട്ട് കട്ട് നമുക്ക് ഇഷ്ടമാണ്. അന്നേരം അവിടെ കാരണം അവരെ കുറ്റം പറയില്ല. 40 വർഷം എവിടെയായിരുന്നു? മരുഭൂമിയിലായിരുന്നു. Living their lives in the wilderness. ഏദോം രാജാവിന്റെ അടുത്ത് വിട്ട് ചോദിച്ചപ്പോൾ എന്തോ മറുപടി പറഞ്ഞെന്ന് പറ. അയച്ചോ. യെസ്. പുറപ്പെടുവിച്ചു. ഇപ്പം നിങ്ങളുടെ അതിലെങ്കിലും എത്തിയിരിക്കുന്നു. ഞങ്ങൾ നിന്റെ ദേശത്തുകൂടെ ഒന്ന് കടന്നു പോകട്ടെ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടെ സഞ്ചരിക്കാം. എന്ന് പറഞ്ഞാൽ രാജപാത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈവേ. ഞങ്ങൾ ഇതിലെ കൂടെ പോയിക്കൊള്ളാം, ഹൈവേയിൽ കൂടെ പോകാം. അടുത്തത് അതിർ കഴിയുന്നത് വരെ തിരികെത്തില്ല. ഏദോം രാജാവിന്റെ മറുപടി, നീ എന്റെ നാട്ടിൽ കൂടി വന്നാൽ വാളുമായി വരും. നാടൻ ഭാഷ പറഞ്ഞ തട്ടിക്കളയുമെന്ന്. ദേശത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊന്നുകളയും. And according to the request of the Israelites, the Edom king is replying, I will come against you with a sword if you pass through the land. അടുത്ത വാക്യം പിന്നെ പറയുകയാണ്, കെഞ്ചി യാചിക്കുകയാണ്, ഞങ്ങൾ ഹൈവേയിൽ കൂടെ പോകാം, ഞാനും എൻ്റെ കന്നുകാലികളും. നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിന്റെ വില തരാം. അല്പസമയം ദൈവമക്കളെ ഒന്ന് ചിന്തിക്കണമേ. Hallelujah. A few minutes, please meditate on this verse 19. ഈ സംഭവം നടക്കുന്നത് ചില വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് ഇപ്പം വായിച്ചത്. We are reading of years back a happening that happened in the land of Edom. ചില നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാത്രം. A few centuries back. Hallelujah. അവർ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ കാദേശിൽ എത്തിക്കഴിഞ്ഞു. The Israelites are about to step into the promised land, and they are at the border of Kadesh. അവർ ഏദോം വഴിയായി കടന്നു പോകുവാൻ അവരോട് കെഞ്ചി യാചിക്കുകയാണ്. ഏദോമിനോട് കെഞ്ചി യാചിക്കുകയാണ്.
ചോദിക്കുകയാണ്. begging for a permission to pass through the land of Edom, and he's എന്നാൽ denying it. സമ്മതിച്ചില്ല. And they did not approve. അവസാനം ചോദിക്കുന്നത് ഹല്ലേലൂയ, അവരുടെ കൂടെയുള്ള മൃഗങ്ങൾ, ഉരിയാട പ്രാണികളായ മൃഗങ്ങൾ പോലും അറിയാതെ അല്പം വെള്ളം കുടിച്ചാൽ അതിന്റെ വില തന്നുകൊള്ളാമെന്ന് വരെ അവർ കെഞ്ചി യാചിക്കുന്നു. The children of Israel are begging or going to an extent where they're ready to pay the price for the water they use. അന്ന് അവർ അനുവദിച്ചില്ല. Amen. They did not let them do that. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം. This morning, let me remind you a promise. ചില വർഷങ്ങൾക്ക് മുൻപ് തന്റെ ജനങ്ങൾക്ക് വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എവിടെ വെള്ളം വിലക്കിയോ അതേ സ്ഥലത്ത് നിന്ന് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ആയിരങ്ങൾക്ക് കുടിക്കത്തക്കവണ്ണം ഏദോമിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. The Lord is opening ways of waters that was denied to them at some point for hundreds of from the way of Edom back into the ditches. ആമേൻ. നിനക്ക് നന്മ മുടക്കിയ സ്ഥലത്ത് നിന്ന് തന്നെ, from the very same place that denied your blessing, നിന്റെ അനുഗ്രഹം തടഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ, from the very place that denied your നിന്റെ ഉയർച്ച prosperity, തടഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ, the same place where you were നിന്റെ denied, അനുഗ്രഹങ്ങൾ തടഞ്ഞു വെച്ച സ്ഥലത്ത് നിന്ന് the തന്നെ, same place where your blessings were ആ denied, വ്യക്തികളിൽ കൂടി തന്നെ through the same people who denied your ദൈവം നിനക്ക് blessing, വേണ്ടി ഉറവുകളെ the തുറക്കുവാൻ, Lord will open sources for ദൈവം you. നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ The തുറക്കുവാൻ, Lord will open blessings for you. ദൈവം നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ, The Lord will open the doors of എന്റെ blessing. ദൈവം വിശ്വസ്തനായ My ദൈവമാണ്. God is a faithful God. അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് If സ്തോത്രം you have ചെയ്യുന്നു. experienced that in your life, I praise God for you. പലയിടങ്ങളിൽ നിങ്ങളുടെ നന്മ തടഞ്ഞ സ്ഥലങ്ങളിൽ There may be chances where your blessings were ആര് hidden. നിന്റെ പ്രൊമോഷൻ തടഞ്ഞോ, Whoever denied your promotion, അവരുടെ പേന കൊണ്ട് തന്നെ നിനക്ക് പ്രൊമോഷൻ എഴുതി തന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? with the very same pen, the Lord changed papers for you. നമ്മുടെ അനുഗ്രഹങ്ങൾ തടഞ്ഞ സ്ഥാനത്ത് നിന്ന് തന്നെ ദൈവം ഉറവുകൾ പുറപ്പെടുവിക്കുവാൻ എന്റെ ദൈവം ശക്തിയുള്ള Our ദൈവമാണ്. God is more than able to release blessings from the very place that denied the things. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ, If you are burdened about any matter in your life, ഏതെങ്കിലും നന്മകൾ നിനക്ക് തടഞ്ഞിട്ടുണ്ടെന്ന് നിനക്ക് ചിന്തയുണ്ടെങ്കിൽ, if there are any places that are hindering your life, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, amen, by the unction of the Holy Spirit, let me release this നിന്റെ over നന്മ you. തടഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് തന്നെ The same very place that has denied and hurt in your ദൈവം life, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ the പോവുകയാണ്. Lord will release blessings in wonderful ways. The Lord is going to release ദൈവത്തിന്റെ wonders. പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ The പോവുകയാണ്. wonders of God is going to come Hallelujah. forth. Hallelujah. Hallelujah. Praise the Lord. Hallelujah. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. സമയം തീരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് കമ്പി വാക്കുകൾ ഇതേപോലെ 1-2 പദങ്ങളുടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. Very quickly, I want to move forward. I want to share a few more things before I wind up. ഒരു 3-4 പേജ് നമുക്ക് പുറകോട്ട് പഠിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം, Well, let's move to the book of 1 Kings, 17-ാം അധ്യായത്തിന്റെ verse 17, chapter 17. 17-ന്റെ 9-ാമത്തെ വാക്യം. The word, chapter 17, verse 9. ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അവിടെ ഒരു സ്ഥലപ്പേര് ഇപ്പം വായിച്ചു. എന്തുവാ? I mean, there we read a place name. സാരെഫാത്ത് അല്ലേ? We read a name called Sarephath. ആരുടെ കാര്യമായത്? ഏലിയാവിന്റെ കാര്യം. Who are we talking about? We're talking about Elijah. ഏലിയാവിന്റെ വീട്ടുപേരേതാ? What is the name? What is the family name? ഏലിയാവിന്റെ അപ്പന്റെ പേരെന്തുവാ? അല്ല, ഏലിയാവിന്റെ അപ്പന്റെ പേരെന്തുവാ? What is the father's name of അമ്മയുടെ Elijah? പേരെന്തോ ഒന്നും പറഞ്ഞിട്ടില്ല. Nothing about his family is mentioned. തിശ്ബയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവ്. A person, a Tishbite from Tishbite Elijah. പാഷ എന്നെ ഇവിടെ പരിചയപ്പെടുന്നത് പാഷ അലക്സ് വെട്ടിക്കൽ എന്നാ. When pastor introduced me, he introduced me as Pastor Alex Vertical. എന്റെ അപ്പാപ്പനുണ്ടായിരുന്നു സി തോമസ് സാർ. സി തോമസ് സാർ വെട്ടിക്കൽ അറിയാമല്ലോ, ജോർജ് സാറിന് അറിയാം. C. Thomas sir, Pastor George knows him very well. അന്നേരം ഞങ്ങളുടെ വീട്ടുപേരായി വെട്ടിക്കൽ സ്വഭാവമൊന്നുമല്ല. It is our family name Vertical. It is not my character. ഞാൻ തന്നെ പറഞ്ഞ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. If I make sure that it is not my character, it is good. അപ്പോൾ അന്നൊക്കെ ഒന്ന് പേര് പ്രസിദ്ധമാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 10, 15, 16 വയസ്സുള്ളപ്പോൾ PYPയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത്. When we were working at the age of 15 and 16 in PYPA, we wanted our names to be in the front. എന്റെ ഒറിജിനൽ ലാസ്റ്റ് നെയിം മത്തായി എന്നാ കേട്ടോ. So my original last name is Alex മത്തായി എന്ന് പറഞ്ഞാൽ ഒക്ലഹോമ സിറ്റിയിൽ ആരും അറിയത്തില്ല. Alex Mathai, if I'm introduced by that name, nobody knows me. അലക്സ് വെട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. They only know me by the name of Alex Vertical. പ്രസിദ്ധനാകാൻ വേണ്ടി ചെയ്ത പണിയാന്ന്.
It was some way to be famous in that point of time. ഇപ്പൊ അതൊന്നും മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നൊന്നുമില്ല. Today I want to change that, and that is not a possibility അപ്പോൾ അത് anymore. കിടക്കട്ടെ. അന്നേരം ഇദ്ദേഹം പ്രസിദ്ധനാകാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ടും പറയുന്നില്ല. And Elijah does not talk about any of his background. ആഹാബ് രാജാവിന്റെ അടുത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകൾ മഞ്ഞു മഴ ഒരു ചരിത്രം നമുക്കറിയാം. Amen. We know the context of where Elijah ഞങ്ങളെ പോലുള്ള faces the പ്രസംഗകർ king. ഞങ്ങൾ 5 മിനിറ്റ് എടുത്തോട്ടെ. ഞങ്ങളെ പോലുള്ള പ്രസംഗകരൊക്കെ സ്വസ്ഥം കൊടുക്കാതിരിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ആര്? ഏലിയാവ്. Elijah is a person who does not give us rest as preachers. ആ തിസ്ബിയിൽ നിന്ന് ആഹാബിന്റെ കൊട്ടാരത്തിൽ ഓടിക്കും. He is running from Tishbe to അവിടെ 2 മിനിറ്റ് നിന്നിട്ട് പിന്നെ ചൂരച്ചെടിയുടെ കീഴിലോട്ട് ഓടിക്കും. From there he goes to a broom tree. അവിടെ കുറെ നാൾ ഇരുന്നിട്ട് അവിടുന്ന് ചാടി ഓടിക്കും. From there he runs ഇതൊക്കെ again. ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. And this is following that is our job. ഞാൻ 2 വാക്ക് പറഞ്ഞ് അവിടെ നിന്ന് വിടാം. 2 more words and I want to move from there. രാജാവിന്റെ അടുത്ത് വന്ന് ദൂതൊക്കെ പറഞ്ഞു. He says to the king. ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂത് പിന്നെയും ഉണ്ടായി. And again the word of the Lord came to Elijah. നീ കിഴക്കോട്ട് പോകണം. You must move to a direction. കെരീത്ത് തോട്ടിന്റെ കെരീത്തില് പോയി കിഴക്കോട്ട് സഞ്ചരിച്ച് അവിടെ പോയി കെരീത്ത് തോട്ടിന്റെ അരികെ പാർക്കണമെന്ന് പറഞ്ഞു. Go wait and live in the brook of Cherith. അന്നേരം അന്ന് ഈ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലായിരുന്നു. Obviously we don't have Google Maps. കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുത്തു ആത്മാവ്. But the Holy Spirit guided him exactly. എന്നിട്ട് പറഞ്ഞു നിന്നെ പോറ്റേണ്ടതിന് ഞാൻ എന്ത് ചെയ്യാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. Again assuring that I have commanded the ravens to feed you there. കാക്കകളോട് കൽപ്പിക്കാമെന്നല്ല പറഞ്ഞത്. I mean not that I will command. Already ordered. It is already ordered. കൽപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാ I have പറഞ്ഞിരിക്കുന്നത്. commanded the ravens to feed you there. ഒരു ദൂതോട് പറയട്ടെ, നിന്നെ എവിടെയെങ്കിലും ദൈവം അയച്ചാൽ If anywhere you are sent, നിനക്ക് അവിടെ വേണ്ടത് മുഴുവനും തരാൻ ദൈവം ഓൾറെഡി ഓർഡർ ചെയ്തിട്ടേ അവിടെ അയക്കത്തുള്ളൂ. the Lord has already commanded all the things that has to be commanded for you. ശുശ്രൂഷ മേഖലകളിലായാലും ജോലി സ്ഥലത്തായാലും Even if it is in your ministry or your secular ദൈവം job, അറിയാതല്ല നിന്നെ അവിടെ ആക്കുന്നത്. the Lord knows where you are നിനക്ക് placed. അവിടെ എന്തൊക്കെ വേണമെന്നുള്ളത് ദൈവം നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട്. Amen. Whatever you നീ need ഒന്നിനെ there, He കുറിച്ചും knows. ഭാരപ്പെടണ്ട. You do not have to worry about anything. എന്തോ കാക്ക കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞില്ലേ? കാക്ക എന്തോ കൊണ്ട് കൊടുത്തേ? What did the ravens take to him? എത്ര നേരം കൊടുത്തു? How many times? 2 നേരം. എപ്പോഴേക്കാ? 2 times, morning and evening. രാവിലെ വൈകുന്നേരം. അന്നേരം ഉച്ചയ്ക്ക് ഫാസ്റ്റിംഗാ. Even so, that means in the afternoon, Elijah is fasting. രാവിലെയും വൈകുന്നേരവും ഫുഡ് കൊടുത്തു. Only morning and evening he feeded. എന്തോ കൊടുത്തത്? What did he feed? അപ്പം ഇറച്ചി. ഇംഗ്ലീഷിൽ പറഞ്ഞ bread and meat. റൈറ്റ്, ബ്രെഡ് ആൻഡ് മീറ്റ്. ബ്രെഡ് ആൻഡ് മീറ്റ്. അന്നേരം ഞാൻ ഇപ്പോൾ സൺഡേ സ്കൂൾ പഠിച്ചിട്ടുള്ളതും സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുള്ളപ്പോഴും ഒക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമുക്കാകപ്പാടി അറിയാവുന്ന ബ്രെഡ്, അപ്പവും ദോശയും പിന്നെ ഇങ്ങനെയുള്ള സാധനവും, മീറ്റ് എന്ന് പറയുന്നത് ഏതാ ബീഫ് സ്റ്റൂവോ ചിക്കൻ സ്റ്റൂവോ അങ്ങനെയുള്ള സാധനങ്ങളാണ്. When I was teaching and I was studying in the Sunday school, the only bread and meat that I knew was appam dosha and chicken stew and beef stew. അന്നേരം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാടാ ഇതിന്റെ ചാറൊന്നും പോകത്തില്ലയോ അല്ലെങ്കിൽ ഗ്രേവി ഒന്നും പോകത്തില്ല ഈ പുള്ളി കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. I used to think, wouldn't the stew, the gravy of the stew would go away when the raven brings it? 33 വർഷം മുമ്പാണ് ഞാൻ ഈ രാജ്യത്ത് വന്നത്. It is before 33 years I came to this ഞാൻ land. ആദ്യം വന്നത് ചിക്കാഗോയിലാണ്. I came to Chicago. എന്റെ വൈഫിന്റെ സഹോദരിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. My wife's sisters are still there. വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ സമയം എൻ്റെ വൈഫിന്റെ ജ്യേഷ്ഠത്തിന്റെ ഹസ്ബൻഡ് തന്നെ അദ്ദേഹത്തിന്റെ വണ്ടിയെ കയറ്റി ഞങ്ങളിങ്ങനെ പുറത്തോട്ട് 1-2 കാര്യങ്ങളൊക്കെ പോയി. The next day I reached to the US. My sister's husband took me out. അങ്ങനെ പോയ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ബർഗർ കിങ്ങിലെ ഡ്രൈവ് ത്രൂ കൂടെ ഒരു ബർഗർ വാങ്ങിച്ചു തരാമെന്ന് നമ്മുടെ അദ്ദേഹം എന്നെ കൊണ്ടുപോയി. He stopped at the Burger King stop and he told me, I'll buy you a burger. ഈ ബർഗറും ഹാംബർഗർ എന്ന് പറയുന്ന പേര് പോലും വന്ന് കേട്ടിട്ടില്ല. At that point of time I've never heard the word a hamburger. 33 വർഷം മുമ്പ് കേരളത്തിൽ ബർഗർ തിന്നവരാരുണ്ടോ? ഹാംബർഗർ 33 years back, are there anybody who ate burger from Kerala? ആരെങ്കിലും ഉണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ പാസ്റ്റേ? അങ്ങനൊരു സാധനത്തെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. We've never even heard that name in Kerala. അന്നേരം അദ്ദേഹം ഒരു വാപ്പർ വാങ്ങിച്ചു തന്നു, അല്ലെങ്കിൽ ബർഗർ വാങ്ങിച്ചു തന്നു. That is when he brought me a Whopper, a burger. ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള പേപ്പറിനകത്ത് പൊതിഞ്ഞു. It was wrapped in a colorful paper. ഞാൻ ആ പേപ്പർ ഒന്ന് തുറന്നു നോക്കി. I opened that paper. താഴെ ബ്രെഡ്. It is bread underneath. അതിന്റെ മുകളിൽ മീറ്റ്. There is a meat above it. പിന്നെ ബ്രെഡ്. Then again bread. ബ്രെഡ് മീറ്റ് ബ്രെഡ്. It is bread, meat and bread. നോക്കിയപ്പോൾ ബ്രെഡ് മീറ്റ് ബ്രെഡ്. That is again bread, meat and bread. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കത്തിയത്. That is when I understood. ഏലിയാവിന്റെ കാലത്തും ഹാംബർഗർ ഉണ്ടായിരുന്നെന്ന്. In times of Elijah also we had hamburgers. ആക്ക കൊണ്ടു കൊടുത്ത് ഇതൊരു പൊതിയായിരുന്നു. Okay, the raven must have taken this pack of hamburger. ഇത് എന്റെ കണ്ടുപിടുത്തമാ. It is my invention. ഈ ഡോറിന് പുറത്ത് പോയി ഒറ്റ കുഞ്ഞുങ്ങളോട് ഇത് പറയരുത്. Outside of this door, do not mention this again. സ്തോത്രം.
ഇത് ഒരു തമാശന് വേണ്ടി പറഞ്ഞാൽ അതിലും കാര്യമായിട്ട് എടുത്തോണം അത്. Jokes, even though we put it as a joke, but understand എന്നാൽ this. അടുത്ത സംഭവമാണ് നമ്മൾ വായിച്ച വാക്യം. The next verse is what we read. അപ്പോൾ ശ്രദ്ധിച്ചോ, പിന്നെ നോക്കാം, വേദപുസ്തകത്തിൽ പിന്നെ നോക്കാം. അപ്പോഴെന്ത് ചെയ്തു? കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? After so many days, what happened? എന്തോ സംഭവിച്ചു? പുസ്തകം നോക്കാതെ പറഞ്ഞു. എന്തോ സംഭവിച്ചു? The brook dried up. തോട് പറ്റി, കാക്കയുടെ വരവ് നിന്നു. ആരുടെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കാക്കയുടെ വരവ് നിന്നെന്ന്? Amen. Is anybody says the മക്കളെ word? ഒന്ന് വായിച്ചേ, 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കാക്കയുടെ വരവ് നിന്നുണ്ടോ മക്കളെ അവിടെ? Is there any word written the raven stopped coming? നമ്മൾ നല്ലൊരു പാട്ട് പാടും, തോട്ടിലെ പഠിക്കോ പാടുന്ന്. കാക്കയിൻ വരവ് നിന്നെന്നാലും. ഞാനത് പാടത്തില്ല. I wouldn't sing that part. കാക്കയുടെ വരവ് നിന്നെന്ന് പാടുമ്പോ ഞാൻ മിണ്ടാതെ കണ്ണു അടച്ചങ്ങ് നിൽക്കും. When that part of the song comes, I keep myself silent. കാരണം വേദോസ്തുതി ഇല്ലാത്ത കാര്യം നമുക്ക് പാടാൻ ഒക്കോ? Because can we sing the thing that's not in the word? കാക്കയുടെ വരവ് നിന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. I will not also urge to prove that the raven stopped കാക്കയുടെ coming. രൂപം ഒന്ന് മാറിയെന്നേ ഉള്ളൂ. Maybe the form of raven changed. നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഈ കാക്ക പോറ്റിയെന്നൊക്കെ പറയുന്നതേ, When we say that raven fed him, നമ്മൾ പറയുന്ന ആ ഒരു കറുത്ത ജീവിയുടെ കാര്യമാണ്. we are talking about that black creature called raven. കറുത്ത കാലും കറുത്ത തൂവലും കറുത്ത ചുണ്ടും ഒക്കെ ഉള്ള ഒരു ജീവി. We are talking about a form of creature that has black lips and black ആ legs and black കാക്കയുടെ feathers. രൂപം ഒന്ന് മാറിയതേ ഉള്ളൂ. The form of the raven changed. കാക്ക മുകളിൽ നിന്നാ വരുന്നത്, പറന്നു വരുന്നത് അല്ലേ? The raven comes from above. വെള്ളം ഭൂമിയിൽ നിന്നാ വരുന്നത്. Water comes from the ground. ഭൂമിയിൽ നിന്നുള്ള വെള്ളം പറ്റിയ കാര്യം ശരിയാ. Anything from the ground stopped. അതായത് മാനുഷികമായ ഭൂമിയിൽ നിന്നുള്ള നന്മകൾ എപ്പോഴും വറ്റിപ്പോകും. All the blessings that comes up from the ground from the human efforts will എന്നാൽ dry up. ഉയരത്തിൽ നിന്നുള്ള നന്മകൾ ഒരിക്കലും അത് വറ്റിപ്പോകത്തില്ല. But anything that comes from above will never അത് dry നിന്നു up. പോകത്തില്ല. It will never cease. രൂപം മാറുമെന്ന് മാത്രമേ ഉള്ളൂ. Only the form that it comes will change. Hallelujah. Amen. കാക്ക സായിപ്പിന്റെ രൂപത്തിലും വരും. Amen. The raven may also come in the form of a foreigner. കാക്ക ആഫ്രിക്കക്കാരന്റെ രൂപത്തിലും വരും. The raven may also appear in the form of an African ചൈനക്കാരന്റെ man. രൂപത്തിലും വരും. Even in the form of a Chinese man. നിങ്ങളെ പോലെ ഇന്ത്യക്കാരുടെ രൂപത്തിലും കാക്ക സഹായത്തിന് വരുമെന്ന്. Amen. Even ravens could take the form of us as Indians. രൂപം ഒന്ന് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. Only the form will change. അതാണ് വായിച്ച വാക്യത്തിലേക്ക് വന്ന് ഞാൻ നിർത്താൻ പോവുകയാണ്. That is why I wanted to come to this verse. അവിടെ വായിച്ചത് നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. സാരാഫത്തിലേക്ക് അല്ലെങ്കിൽ സീദോനോട് ചേർന്ന് കിടക്കുന്ന സാരേഫാത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. Arise and go to Sarephath, which belongs to the region of Sidon. അവിടെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. And there the Lord gives him a specific name. അവിടെ പറഞ്ഞിട്ടുണ്ട് സീദോനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണത്. A place that is close to Sidon called നമുക്കറിയാം Sarephath. സീദോൻ രാജ്യത്തെ പറ്റി ഒരു വാക്ക് ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു. We spoke about the country of Sidon before. ആഹാബിന്റെ ഭാര്യ എവിടുത്തുകാരിയാ? You know from where the Ahab's wife Jezebel സീദോന്യ is. രാജാവിന്റെ മകളാണ് ആര്? ഇസബേൽ. Amen. Jezebel is the daughter of the king of Sidon at that point. ഹല്ലേലൂയ. ആഹാബിന്റെ ഭാര്യ ഇസബേൽ, ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ സാരാഫ്തയിൽ നിന്നുള്ളവളാണ്. Amen. This person Jezebel is from the region of Sarephath. സീദോന്യ രാജ്യക്കാരിയാണ്. She is the Sidonite. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ A few days later, ഏലിയാവിന്റെ തലയ്ക്ക് വില പറഞ്ഞ Elijah's head was counted. ഏലിയാവിന്റെ തലയ്ക്ക് വില പറഞ്ഞ There was a price put to the head of Elijah. അതേ രാജ്യത്തെ ഹല്ലേലൂയ രാജ്ഞിയുടെ വീട്ടിൽ അല്ലെങ്കിൽ രാജ്ഞിയുടെ സ്വന്തം ജന്മസ്ഥലത്ത് തന്നെ ആ ഭക്തനെ പോറ്റുവാൻ ദൈവത്തിന്റെ പദ്ധതിയിട്ടു. The Lord opened door in the same place where the queen came against him in her same hometown. ഈ വിശുദ്ധന്റെ തലയ്ക്ക് വില പറഞ്ഞ സീദോന്യ രാജ്ഞിയുടെ ജനിച്ചു വളർന്ന സീദോനിൽ ഹല്ലേലൂയ ഈ പ്രവാചകനെ പോറ്റുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ള സത്യം മറക്കരുത്. Amen. Do not forget the promise or the truth that the Lord had plans for Elijah in Sidon as well. നിന്റെ ജീവന് വില പറയുന്ന, Oh, the place where you are hindered and threat to your നിന്നെ life. നശിപ്പിക്കുവാൻ പദ്ധതിയിടുന്ന, Anything that is planning against you, നിന്നെ ഇല്ലാതാക്കുവാൻ പദ്ധതിയിടുന്ന, whatever is trying to demolish and destruct your അവരുടെ life, മുൻപിൽ നിന്നെ പോറ്റുവാൻ എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. in that very place, in front of that very people,
the Lord wants to feed ശത്രുക്കളുടെ മുന്നിൽ you. മേശയൊരുക്കുവാൻ എന്റെ ദൈവത്തിന് There കഴിയും. is a Lord who prepares a table in front of the ദൈവത്തിന്റെ enemies. പദ്ധതികൾക്കായി ഞാൻ ദൈവത്തിന് I സ്തോത്രം thank the ചെയ്യുന്നു. Lord for His plans to ഹല്ലേലൂയ. prosper. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കണ്ട, ഞാൻ In പറഞ്ഞു Acts വിടാം. of the Apostles, we see a എന്റെ verse. യേശുവിനെ പറ്റി ഒരു കാര്യം പറയാതെ There is- എനിക്ക് പോകാൻ കഴിയില്ല. I cannot stop it without നാലാം talking വാക്യത്തിൽ about ഇപ്രകാരം Jesus. ഒരു വാക്യമുണ്ട്, There is a verse in chapter 4. നിങ്ങൾ ഹല്ലേലൂയ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ Amen. Did not cease from Jerusalem. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. Oh, wait to receive the promise that you heard from the എവിടെ Father. കാത്തിരിക്കണം? Where do you have to wait? യെരൂശലേമിൽ You കാത്തിരിക്കണം. have to wait in Jerusalem. എന്റെ കർത്താവ് നിന്ദിക്കപ്പെട്ട സ്ഥലത്ത്, Amen. The very same എന്റെ place the കർത്താവ് Lord was പരിഹസിക്കപ്പെട്ട mocked. സ്ഥലത്ത്, Where Jesus was എന്റെ tempted. കർത്താവ് ആക്ഷേപിക്കപ്പെട്ട The സ്ഥലത്ത്, very same place where എന്റെ Jesus was കർത്താവ് put to shame. ക്രൂശുമായി പോയ സ്ഥലത്ത്, The very same place Jesus carried the cross. അവിടെ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. You must wait for the promise of the നമ്മൾ Holy Spirit. നിന്ദിക്കപ്പെട്ട സ്ഥലത്ത്, The same place നമ്മൾ where you were mocked. പരിഹസിക്കപ്പെട്ട സ്ഥലത്ത്, The same place where you were നമ്മൾ tested. ആക്ഷേപിക്കപ്പെട്ട സ്ഥലത്ത്, Where you were put to അവിടെ shame. നമ്മളെ മാനിക്കുവാൻ എന്റെ ദൈവം Our ശക്തിയുള്ള ദൈവം. God has able to ഈ even make a ദിവസങ്ങളിൽ table ആ for us കർത്താവിന് there. വേണ്ടി നമുക്ക് കാത്തിരിക്കാം. Let's wait for the presence of God. നമ്മുടെ കർത്താവ് വരാറായി. It is time for our Jesus നമ്മുടെ to യേശു come back. വരാറായി. Jesus is coming soon. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കാം. Oh, let's all look unto ആ God for His കർത്താവിന്റെ വരവിൽ arrival. കാണപ്പെടുവാൻ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. Amen. Let's all pray earnestly to be seen at His ദൈവമായ second കർത്താവ് ഈ coming. വചനങ്ങളാൽ നമ്മളെ May the Lord bless അനുഗ്രഹിക്കുമാറാകട്ടെ. you. എല്ലാവരും അവരുടെ ഇരിപ്പിടങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ കേട്ട ദൂതനെ